Hello everyone, so welcome back to our class. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എംകോം ഫസ്റ്റ് സെമ്മിലെ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് പേപ്പർ ആണ്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ബ്ലോക്ക് 4 ആയിട്ടുള്ള പ്രൈസിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് യൂണിറ്റ് ആയിട്ട് ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ എന്താണ് അത് സമ്മറൈസ് ചെയ്തില്ല, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് സ്ട്രക്ചർ. ദാറ്റ് ഈസ് യൂണിറ്റ് 10ലാണ് വരുന്നത്. ദാറ്റ് ഈസ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ മാർക്കറ്റ് ഈസ് ദ പ്ലേസ് വേർ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. അതായത് എന്താണ് ഇവിടെ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഒരു എക്സ്ചേഞ്ചിങ് ആണ് എന്ന് നടക്കുന്നത്, ഈ ഒരു മാർക്കറ്റ് നടക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ് നമുക്കറിയാം ഒരു മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടാവും? ബയേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും അല്ലെ. സോ അവരൊരു പ്ലേസ് ആണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? മാർക്കറ്റ് സ്ട്രക്ചർ റെഫേഴ്സ് ദ പ്രിവൈലിംഗ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് മാർക്കറ്റ്. അതായത് എന്താണ് ഇവിടെ എന്താണ് കോമ്പറ്റീഷൻ അല്ലെ. അതായത് ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റിലുള്ള കോമ്പറ്റീഷനെ റെഫർ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ നമുക്കറിയാം ഈ മാർക്കറ്റ് സ്ട്രക്ചർ ക്ലാസിഫൈ ചെയ്യാൻ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻലി ഇതിൽ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈസ് ആൻഡ് നമ്പർ ഓഫ് ബയേഴ്സ്. നമ്മൾ എന്താണ് ബയേഴ്സിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സൈസ് ആൻഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? മാർക്കറ്റിലെ എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, ദ ഫേം ഹാസ് ദ എൻട്രി ആൻഡ് എക്സിറ്റ്. സോ ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യണം ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദെൻ നെക്സ്റ്റ് വൺ മോണോപോളി കോമ്പറ്റീഷൻ, ദെൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപോളി എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഫസ്റ്റ് വൺ ആയിട്ടുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആയിരിക്കും. അതായത് ഈ ഒരു മാർക്കറ്റിൽ എന്തായിരിക്കും ഒരുപാട് നമ്പേഴ്സ് ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും, ഒരുപാട് ബയേഴ്സ് ഉണ്ടാവും. ആൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോമോജീനസ് ഓർ ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് എല്ലാ മാർക്കറ്റ്സും എന്തായിരിക്കും ഒരുപോലെ ഹോമോജീനസ് ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരേ ലെവലിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിയർ പ്രൈസ് ആർ ഡിറ്റർമൈൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സ്. അതായത് എന്താണ് ഇവിടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? മാർക്കറ്റ് ഫോഴ്സസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് പറയുന്നത്? പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഓക്കെ, കാരണം എന്താ ഇവിടെ സെല്ലേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ് മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. ആൻഡ് നമുക്കറിയാം ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ടു ദ മാർക്കറ്റ്. അതായത് എന്താ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക ആ ഒരു മാർക്കറ്റിൽ പ്രവേശിക്കുക, അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക അതിൽ നിന്ന് അവസാനിപ്പിക്കുക ചെയ്യുക. ദാറ്റ് ഈസ് ഇപ്പൊ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പുതിയ മാർക്കറ്റ്സ് എന്ത് ചെയ്യുക അവർക്ക് എന്ത് ചെയ്യുക അതിൽ എൻട്രി ചെയ്യുക. ആൻഡ് ഇപ്പൊ ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക ആ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക എക്സിറ്റ് ആയിട്ട് പോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയാനുള്ളത്. ഓക്കെ ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മോണോപോളി കോമ്പറ്റീഷൻ ആണ്. ദെൻ മോണോപോളി ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ദാറ്റ് ഈസ് മോണോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഡൊമിനേറ്റ് ചെയ്യുക. നമ്മൾ എന്താണ് ഒരു അടിച്ചമർത്തുക എന്നൊക്കെ പറയില്ലേ, അതായത് എന്താ ഡൊമിനേറ്റ് ചെയ്യാന്നാണ് ഇതിന്റെ അർത്ഥം. ദെൻ പോളി എന്ന് പറഞ്ഞാൽ എന്താ? സെല്ല് അല്ലെ. സെൽ എന്ന് പറയാം, ടു സെൽ എന്നാണ് എന്ത് ഗ്രീക്ക് വേർഡിൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ മോണോപോളി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ എന്താണ് എൻറ്റയർ മാർക്കറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് എന്താ വൺ സെല്ലർ ആയിരിക്കും. ഓക്കെ, ദ എൻറ്റയർ മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ വൺ സെല്ലർ ആണ്. ഇതിൽ എന്താന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എന്താണ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് എന്താ ഒരു പ്രൊഡക്റ്റിന്റെ അതുപോലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല, ദാറ്റ് ഈസ് ഹോമോജീനിയസ് അല്ല എന്നാണ് പറയുന്നത്. ഹിയർ ദ പ്രൊഡക്ട്സ് ആർ നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ് ഇവിടെ എന്താണ് റെസ്ട്രിക്ഷൻ ആണ്. എൻട്രി ആൻഡ് എക്സിറ്റ് എന്താണ് റെസ്ട്രിക്ഷൻ. അതായത് എന്താണ് എക്സിറ്റ് ചെയ്യാൻ എന്താണ് ഇവിടെ റെസ്ട്രിക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് എൻറ്റയർ മാർക്കറ്റ് എന്താണ് ഒരു സെല്ലർ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എൻറ്റയർ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന് എന്തില്ല സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് മോണോപോളി മാർക്കറ്റിൽ പറയാനുള്ളത്. ദെൻ മോണോപോളി മാർക്കറ്റിൽ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ പ്രൈസ് മേക്കർ ആണ്. അതായത് മോണോപോളി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് മേക്കർ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ, അതായത് എന്താണ് ഇവിടെ എന്താണ് എൻറ്റയർ ആയിട്ടുള്ള മാർക്കറ്റ് ആരാണ്? ഒരാളാണ് അല്ലേ. ദാറ്റ് ഈസ് ഒരു സെല്ലർ ആണ് എന്ത് ചെയ്യുന്നത് അതെല്ലാം എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് പ്രൈസ് മേക്കർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ് മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ് അവിടെ എന്താണ് പ്രൈസ് ടേക്കർ ആണ്. ആൻഡ് ഹിയർ എന്താണ് ദാറ്റ് ഈസ് മോണോപോളി എന്ന് പറയുന്ന മാർക്കറ്റിൽ എന്താണ് അവരാണ് എന്ത് പ്രൈസ് മേക്ക് ചെയ്യുന്നത്.
ദാറ്റ് ഈസ് അവരെ ഇഷ്ടത്തിന് അവരെന്നെ മേക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പ്രൈസ് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് പോകാം. നമ്മൾ നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി കോമ്പറ്റീഷൻ. അതായത് എന്താണ്? രണ്ട് മാർക്കറ്റ് കോമ്പറ്റീഷന്റെയും ഒരു ഫ്യൂഷൻ എന്നൊക്കെ പറയും. ആൻഡ് ഹിയർ എന്താണ്? നമ്പർ ഓഫ് മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള പോലെ തന്നെ എന്താണ് ഇവിടെ എന്താണ്? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്താണ്? ഒരുപാട് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ എന്താണ്? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താന്ന് പറഞ്ഞ ഐഡന്റിക്കൽ ഒരു ഹോമോജീനിയസ് ആയിരുന്നു. ബട്ട് ഇവിടെ എന്താണ്? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. അതായത് ഒരേ നിലവാരത്തിലുള്ള ഒരേ പ്രൊഡക്ട്സ് അല്ല അത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉള്ളത്. ആൻഡ് എന്താണ്? ഇവിടെ ഫ്രീ എൻട്രി ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫ്രീ എൻട്രി ടു ദ മാർക്കറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറയാനുള്ളത്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് പോവാം അല്ലെ. നമ്മുടെ നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒളിഗോപോളി ആണ്. സോ ഒളിഗോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഫ്യൂ എന്നാണ്. അതായത് ഒളിഗോ എന്ന് പറഞ്ഞാൽ ഫ്യൂ ആൻഡ് പോളി എന്ന് പറഞ്ഞാൽ ടു സെൽ ആണ്. സോ ഈ ഒരു മാർക്കറ്റിൽ തന്നെ എന്താണ്? ഇവിടെ എന്താണ്? ഫ്യൂ സെല്ലേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദ ഒളിഗോപോളി മാർക്കറ്റ് is the market in which there is few sellers that product either differentiated or identical product. Okay, so ഈ ഒരു മാർക്കറ്റിൽ ഒന്നെങ്കിൽ എന്താണ്? ഐഡന്റിക്കൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്താണ്? ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റോ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ ഒളിഗോപോളി മാർക്കറ്റിൽ എന്ത് ചെയ്യുക? അവരെന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഫ്യൂ കോമ്പറ്റീഷൻ. അതായത് എന്താണ്? ഫ്യൂ സെല്ലേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ? കോമ്പറ്റീഷൻ ഓവർ പ്രൊഡക്ട്സ്, അതായത് കോമ്പറ്റീഷൻ ഓവർ മാർക്കറ്റ്സ് എന്തായിരിക്കും? ഫ്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു മാർക്കറ്റ് തന്നെ എന്താണ്? ഇവിടെ എന്താണ്? ഫ്യൂ സെല്ലേഴ്സ് ആണ്. സോ എന്താണ്? ഇവിടെ ഫ്യൂ സെല്ലേഴ്സ് ഓവർ കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് നമ്മൾ പറഞ്ഞില്ല ഇതെന്താണ്? പ്രൊഡക്റ്റ്, അതായത് ഇവിടെ എന്താണ്? ഒന്നെങ്കിൽ എന്താ? ഐദർ ഐഡന്റിക്കൽ ഓർ ഐദർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെ. ഈ രണ്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ആൻഡ് ആൾസോ ഇവിടെ വരുന്നതാണ് എന്ത്? പ്രൈസ് റിജിഡിറ്റി. ആൻഡ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് റിജിഡിറ്റി ആയിരിക്കും. അതായത് പ്രൈസ് റിജിഡിറ്റി എന്തായിരിക്കും? ഇവിടെ കീപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആയിട്ടാണ്, നിങ്ങൾ ടെക്സ്റ്റിൽ എന്താണ് കുറച്ച് വൈഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതെന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതിലുള്ള പോയിന്റ്സ്, അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എഴുതാം. സോ നമ്മളിവിടെ 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സെക്കൻഡ് വൺ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ മോണോപ്പൊളി മാർക്കറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒളിഗോപോളി മാർക്കറ്റ് ആണ്. ഓക്കെ, ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് എന്താണ്? പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് ടേക്കർ ആണ് അല്ലെ. ദാറ്റ് ഈസ് അവരെന്താണ്? പ്രൈസ് ടേക്കർ ആണ്. ദെൻ ഇവിടെ എന്താണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നമ്മൾ മോണോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? ഡൊമിനേറ്റ് ചെയ്യാനില്ലേ. അതായത് എന്താണ്? എൻറ്റയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ആരാണ്? എൻറ്റയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരാളാണ്. അതായത് ഒരു സെല്ലർ ആണ് എന്ത് ചെയ്യുന്നത്? അത് കൺട്രോൾ ചെയ്യണത് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പറയുന്നത് എന്താണ്? മോണോപ്പൊളി മാർക്കറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം എന്താണ്? അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തില്ല? വേറെ മാർക്കറ്റ്സ് ഇല്ല. കാരണം ഇന്ത്യൻ റെയിൽവേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ റെയിൽവേസ് ഉണ്ടോ? ഇല്ല. സോ അതാണ് എന്ത്? മോണോപ്പൊളി മാർക്കറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. മോണോപോളിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി കോമ്പറ്റീഷൻ. അതായത് ഇവിടെ എന്താണ്? ഐദർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെ, രണ്ട് പ്രൊഡക്റ്റും, അതായത് എന്താണ്? രണ്ടിന്റെയും കൂടെ ഉള്ളതാണ് എന്ത്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്താ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ മിൽക്ക്, ലെക്സ്, സോപ്പ് അങ്ങനത്തെ ഒക്കെ നമുക്ക് പറയാം അല്ലെ. സോപ്പ്, മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് എന്ത്? ഒളിഗോപോളി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒളിഗോപോളി മീൻസ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒളിഗോപോളി എന്ന് പറയുമ്പോൾ എന്താ? ഫ്യൂ സെല്ലേഴ്സ് ആണ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ എന്താണ്? പ്രൈസ് റിജിഡിറ്റി ആണ് നോക്കുന്നത്. ആൻഡ് ആൾസോ ഇവിടെ എന്താണ്? ഒളിഗോപോളിയിൽ എന്താണ് പറഞ്ഞത്? ഇവിടെ എന്താണ്? ഹോമോജീനിയസ് ആൻഡ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ്, അതായത് എന്താണ്? ഹോമോജീനിയസ് ആയിട്ടുള്ളതും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെന്ത് ചെയ്യുന്നത്? ഈ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ പറയാനുള്ളത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, thank you students.